സഞ്ജു വിശ്വനാഥൻ സാംസൺ തന്റെ T20 ലോകകപ്പിലെ ആദ്യത്തെ മത്സരം നമീബിയക്കെതിരെ കളിക്കാൻ പോവുകയാണോ? ഏവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. 12-ാം തീയതി, അതായത് മറ്റന്നാളാണ് നമീബിയക്കെതിരെ ഇന്ത്യയുടെ മത്സരം. ആ മത്സരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട തിരിച്ചടികൾ ഇന്ത്യ നേരിടുകയാണ്. ഒന്ന്, ജസ്പ്രീത് ബുംറയുടെ വയ്യായിക. രണ്ട്, അഭിഷേക് ശർമ്മയുടെ പനി. ഒന്നാമത്തെ കാര്യം, ജസ്പ്രീത് ബുംറ തീരെ വയ്യ. ജസ്പ്രീത് ബുംറ ഒട്ടും ഫിറ്റല്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുംറയെ അലട്ടുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ബുംറ അതുകൊണ്ട് തന്നെ നമീബിയക്കെതിരായ മത്സരം കളിക്കില്ല എന്നുള്ളതാണ് നിലവിൽ കിട്ടുന്ന മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്നത്. പക്ഷേ സഞ്ജു സാംസൺ എങ്ങനെ ടീമിൽ വരും? ഇതായിരിക്കും ചോദ്യം. എന്തായാലും ബുംറയെ റീപ്ലേസ് ചെയ്യാൻ സഞ്ജു സാംസൺ വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സഞ്ജു വരണമെങ്കിൽ ടോപ്പ് ഓർഡറിൽ ഒരു സ്ലോട്ട് മാറി നിൽക്കണം. ആ സ്ലോട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ സ്ലോട്ട്. അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ, അതായത് USA-ക്കെതിരായ മത്സരത്തിൽ ഫീൽഡിങ്ങിന് ഇറങ്ങിയില്ല. ഫീൽഡിങ്ങിന് ഇറങ്ങിയത് സഞ്ജുവാണ്. സഞ്ജു ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു ആരവം ഉണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം ഹസ്തദാന ചടങ്ങിൽ അഭിഷേക് ശർമ്മ പങ്കെടുത്തില്ല. കാരണം പനി, ഭീകരമായ പനി അഭിഷേക് ശർമ്മയെ അലട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട്. പനിയെ തുടർന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും അഭിഷേക് ശർമ്മയെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. അതായത് ഒട്ടും വയ്യ, പ്രാക്ടീസ് സെഷന് പോലും പങ്കെടുക്കാൻ കഴിയുന്നില്ല, എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും അഭിഷേക് ശർമ്മയ്ക്കില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത്രയധികം വയ്യായികയായിട്ടാണ് അഭിഷേക് നിൽക്കുന്നത്. കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കണക്കാക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അഭിഷേക് ശർമ്മ ഇല്ലെങ്കിൽ എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്ക് നീങ്ങും. ന്യൂസിലൻഡിനെതിരായ സീരീസിൽ 5 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസ് മാത്രമെടുത്ത സഞ്ജു, ആ ന്യൂസിലൻഡ് സീരീസിന് മുമ്പേ തന്നെ T20 ലോകകപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന വിക്കറ്റ് കീപ്പർ പ്ലെയർ ആയിരുന്ന സഞ്ജു ആ ഒരൊറ്റ സീരീസ് കൊണ്ട് തന്നെ മൊത്തം മാറി. 4 മത്സരങ്ങളിൽ നിന്ന് 215 റൺസുമായിട്ട് എത്തിയ ഇഷാൻ കിഷൻ സഞ്ജു സാംസന്റെ പൊസിഷൻ എടുക്കുകയും സഞ്ജു സാംസൺ ഡഗ് ഔട്ടിൽ വാട്ടർ ബോയായിട്ട് നിൽക്കേണ്ട കാഴ്ച നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതാണ്. ഇപ്പോഴിതാ അഭിഷേക് ശർമ്മ മാറി കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും ആ സ്ലോട്ട് സഞ്ജു സാംസണിലേക്ക് എത്തും. സഞ്ജു ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. കാരണം 2024 T20 ലോകകപ്പിലും സഞ്ജുവിന് ഇറങ്ങാൻ സാധിച്ചില്ല. ഡഗ് ഔട്ടിലായിരുന്നു മുഴുവൻ സമയം വരുന്നത്. അന്ന് വെറ്ററൻ പ്ലേയേഴ്സായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോഴാവട്ടെ എല്ലാവരും ഭയങ്കര ഫോമിലാണ്, സഞ്ജു ഒഴിച്ച്. പക്ഷെ അത് മാറ്റിയെടുക്കണമെങ്കിൽ സഞ്ജു ഇറങ്ങണം. ഇത്തവണത്തെ T20 ലോകകപ്പിലെ വാം-അപ്പ് മാച്ചായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ പോലും സഞ്ജു സാംസണെ കളിപ്പിച്ചില്ല. അതും ഒരു ചെറിയ നിരാശയായിരുന്നു ആരാധകർക്ക്. പക്ഷേ ആരാധകർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സഞ്ജു കളിക്കില്ല എന്നുള്ളത്. ബിക്കോസ് ഓഫ് ന്യൂസിലൻഡിനെതിരായിട്ടുള്ള മത്സരങ്ങളിലുള്ള ഫോം ഇല്ലായ്മ. അത് സഞ്ജുവിനെ ബാധിച്ചിട്ടുണ്ട്, സഞ്ജുവിൻ്റെ ടെക്നിക്കിനെ ബാധിച്ചിട്ടുണ്ട്, സഞ്ജുവിൻ്റെ മത്സരത്തെ ബാധിച്ചിട്ടുണ്ട്, സഞ്ജുവിൻ്റെ കളിയെ ബാധിച്ചിട്ടുണ്ട്, സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ ബാധിച്ചിട്ടുണ്ട്. അതറിയുന്നത് കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ സഞ്ജു കളിക്കാത്തത് വലിയ ഞെട്ടലൊന്നും ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ USA-ക്കെതിരെയും സഞ്ജു കളിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. ഇനി അഥവാ സഞ്ജു കളിക്കണമെങ്കിൽ തന്നെ ആർക്കെങ്കിലും വയ്യാതായിരിക്കണം എന്നതും കൂടി അന്നത്തെ പ്രധാനപ്പെട്ട ക്രിക്കറ്റിംഗ് അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് അഭിഷേക് ശർമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇഷാൻ കിഷനൊപ്പം സഞ്ജു സാംസൺ ഇറങ്ങുമോ എന്നാണ് ചോദ്യം. ഓർക്കുക, അതിനകത്ത് വേറൊരു ഐറണി കൂടിയുണ്ട്. അതായത് സഞ്ജു സാംസണ് പകരമാണ് ഇഷാൻ കിഷൻ ഇപ്പോൾ ആ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസും ഓപ്പണിംഗ് സ്ലോട്ടും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ കൂടി എത്തുകയാണെങ്കിൽ സ്ട്രൈക്കിലും നോൺ സ്ട്രൈക്കിംഗ് എൻഡിലും 2 വിക്കറ്റ് കീപ്പർമാർ വരും. ഒരാളുടെ പ്ലേസിന് പകരമായിട്ട് എത്തിയ 2 പേർ മുഖാമുഖം ഒരുമിച്ച് ഓപ്പണിങ്ങിന് ഇറങ്ങുന്ന ഒരു കാഴ്ചയും കൂടി ഇന്ത്യക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സഞ്ജുവിന് കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ അവസരമാണ്. നമീബിയ ഒരു അറിയപ്പെടുന്ന ടീമല്ല, ഒരു അറിയപ്പെടുന്ന കളിക്കാരുള്ള ടീമല്ല, എപ്പോഴും ഇൻ്റർനാഷണൽ മാച്ചസ് കളിക്കുന്ന ടീമല്ല. താരതമ്യേന എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ ടീമിനെതിരെ സഞ്ജുവിന് തിളങ്ങാൻ സാധിച്ച ഒരുപക്ഷെ സഞ്ജുവിന് ആ സ്പോട്ട് ഉറപ്പിക്കാം. അത് അഭിഷേക് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാവണം എന്നില്ല. ഒരുപക്ഷെ മിഡിൽ ഓർഡറിലോ ഒക്കെ തന്നെ സഞ്ജുവിന് വേണമെങ്കിൽ ചിലപ്പോൾ ബാറ്റിംഗ് പരീക്ഷണം നടത്താം. പക്ഷേ അത് വെറും 20-30 റൺ അടിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം 20-30 റൺ അടിച്ചതിന് ശേഷം അഭിഷേക് ശർമ്മ ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായും സഞ്ജു സാംസണെ പുറത്തിരുത്തി അഭിഷേക് ശർമ്മയ്ക്ക് തന്നെ ആ പൊസിഷൻ കൊടുക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അപ്പോൾ സഞ്ജു എന്ത് ചെയ്യണം? സഞ്ജു അടിക്കേണ്ടത് 50, 100, 150 ഒക്കെയാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകാം, എങ്ങനെയാണ് ഒരു മത്സരത്തിൽ 150 ഒക്കെ അടിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു മാജിക്കൽ ഇന്നിങ്സ് ഉണ്ടായാൽ മാത്രമേ സഞ്ജുവിന് ഇനി ഈ T20 ലോകകപ്പിൽ തുടർന്നുള്ള മത്സരങ്ങളിൽ ആ സ്ലോട്ടൊന്ന് ഉറപ്പിക്കാൻ പറ്റും. കാരണം ബാക്കി എല്ലാം കിണ്ണം കാച്ചിയ ഫോമിൽ നിൽക്കുകയാണ്. USA-ക്കെതിരായ മത്സരത്തിൽ എല്ലാവരും അടിപതറി. ആകെ നിന്നത് സൂര്യകുമാർ മാത്രമാണ്. ആകാശത്തോളം നിന്ന സൂര്യകുമാർ യാദവ് എന്ന സ്കൈ ഇല്ലായിരുന്നെങ്കിൽ USA-ക്കെതിരായ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടേനെ. ഒരുപക്ഷെ ആ മത്സരത്തിന് മുൻപ് ഇന്ത്യ 300 അടിക്കുമെന്ന് പോലും വാദിച്ചവരുണ്ടായിരുന്നു. അതിൻ്റെ നേർപകുതിയിലേക്ക് USA വെട്ടിച്ചുരുക്കുകയായിരുന്നു ഇന്ത്യയെ. ആ മത്സരത്തിൽ എല്ലാവരും അടിതെറ്റി എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം സഞ്ജു സാംസണ് ഓപ്പണിംഗ് സ്ലോട്ട് കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമീബിയക്കെതിരായ മത്സരത്തിൽ സഞ്ജു ഒരു മാജിക്കൽ ഇന്നിങ്സ് കളിക്കണം. ഒരുപക്ഷെ സഞ്ജുവിൻ്റെ കരിയർ ഇൻക്ലൂഡിങ് IPL
അതെല്ലാം വെച്ച് നോക്കിയാൽ പോലും ഏറ്റവും കിണ്ണം കാഴ്ച ഇന്നിങ്സ് സഞ്ജു ആ മത്സരത്തിൽ കളിച്ചാൽ മാത്രമേ സഞ്ജുവിന് ടീമിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അഭിഷേക് ശർമ്മയുടെ നിലവിലത്തെ മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രകാരം ഇപ്പോഴും പരിപൂർണമായിട്ട് തിരിച്ച് വന്നിട്ടില്ല. ഹെൽത്ത് കണ്ടീഷൻസ് ഇപ്പോഴും വേഴ്സ് ആണെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമീബിയക്കെതിരെ സഞ്ജു കളിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് എക്സ്പേർട്സ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ക്രിക്കറ്റ് ലോകം ഒട്ടാകെ നോക്കുന്നത്. മലയാളികളുടെ ഒന്നടങ്കമുള്ള പ്രാർത്ഥന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.